ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 7-ാമത്തെ അധ്യായം ശ്ലോകം 67 ആണെന്നൊന്ന് അവസാനം നമ്മൾ നോക്കിയത്. 68-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. അപ്പോൾ പ്രകാശാനന്ദ സരസ്വതി, ചൈതന്യ മഹാപ്രഭു അവർ തമ്മിലുള്ള ഒരു സംവാദം തുടങ്ങിയിരിക്കുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൈതന്യ മഹാപ്രഭു ആ ഒരു ബ്രാഹ്മണൻ, വൈഷ്ണവ ബ്രാഹ്മണൻ വന്ന് ക്ഷണിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോൾ ഒരുപാട് സന്യാസിമാരുണ്ട്. പ്രകാശാനന്ദ സരസ്വതിയും അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസും എല്ലാവരും, ശങ്കര സമ്പ്രദായത്തിലുള്ള എല്ലാ സന്യാസിമാരും അവിടെയുണ്ട്. മഹാപ്രഭു അവിടെ പോകുന്നു. കാല് കഴുകുന്ന സ്ഥലത്ത് മഹാപ്രഭു ഇരിക്കുന്നു. കാല് കഴുകിയതിന് ശേഷം അദ്ദേഹം ആ കഴുകിയ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ജ്യോതി വരുന്നു. അത് കാണുന്നു പ്രകാശാനന്ദ സരസ്വതി മറ്റുള്ളവരൊക്കെ. അങ്ങനെ പ്രകാശാനന്ദ സരസ്വതിക്ക് അത്ഭുതമായി. അങ്ങനെ അദ്ദേഹം അവിടെ പോയി മഹാപ്രഭുവിനെ കൈപിടിച്ച് അകത്തോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം അവർ സംസാരിക്കാൻ തുടങ്ങാൻ പോവാണ്. നമുക്ക് നോക്കാം ഇനി എന്താണെന്നുള്ളത്. കേശവ ഭാരതിയുടെ ശിഷ്യനാണ് അങ്ങ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും ഒരേ സമ്പ്രദായത്തിലുള്ള ആളുകളാണ്, എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കൂടാ എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. 68-ാമത്തെ ശ്ലോകം നോക്കാം. സമ്പ്രദായിക സന്യാസി തുമി രാഹേ ഗ്രാമേ കേ കാരണേ ആമ സബാർ നാകര ദർശനേ. ശ്ലോകം വായിക്കാൻ ആരുമില്ലെന്ന്. ഹരേ കൃഷ്ണ. സാമ്പ്രദായിക സന്യാസി തുമി രഹായി ഗ്രാമേ ഈ കാരണേ ആമ സബാരന കര ദർശനേ. പ്രവർത്തനം വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്കൾ നമ്മുടെ ശങ്കര സമ്പ്രദായത്തിൽപ്പെട്ടവനും വാരണാസി ഗ്രാമത്തിൽ വസിക്കുന്നവനുമാണ്. പിന്നെന്താണ് താങ്കൾ ഞങ്ങളോടൊപ്പം കൂടിച്ചേരാത്തത്? ഞങ്ങളെ കാണുന്നത് പോലും ഒഴിവാക്കുന്നത് എന്തുകൊണ്ട്? ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു വൈഷ്ണവ സന്യാസിക്കോ മധ്യമാധികാരിയുടെ തലത്തിൽ ആത്മീയജ്ഞാനം ലഭിച്ച ഒരു വൈഷ്ണവനോ താഴെ പറയുന്ന 4 തത്വങ്ങൾ മനസ്സിലാക്കാനാകുന്നു. പരമപുരുഷനായ ഭഗവാൻ, ഭക്തന്മാർ, നിഷ്കളങ്കർ, അസൂയാലുക്കൾ, മേൽപ്പറഞ്ഞ വൈഷ്ണവർ ഇവയിൽ ഓരോരുത്തരോടും ഉചിതമായി പെരുമാറുന്നു. അദ്ദേഹം ഭഗവത് പ്രേമം വർദ്ധിപ്പിക്കുവാനും ഭഗവത് ഭക്തന്മാരുമായി മൈത്രി വളർത്തുവാനും അജ്ഞാനികളിൽ, നിഷ്കളങ്കരിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാനും കൃഷ്ണാവബോധത്തോട് അസൂയാലുക്കളായവരെ അവഗണിക്കാനും ശ്രമിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഈ പെരുമാറ്റത്തിന് ഉദാഹരണമായി. അതിനാലാണ് മഹാപ്രഭു തങ്ങളോട് ഒത്തുചേരുകയും സംഭാഷണം നടത്തുകയും ചെയ്യാത്തതെന്തെന്ന് പ്രകാശാനന്ദ സരസ്വതി അന്വേഷിച്ചത്. കൃഷ്ണാവബോധ പ്രചാരകൻ സാധാരണയായി മായാവാദികളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് സമയം പാഴാക്കരുതെന്നും, എന്നാൽ ശാസ്ത്രീയ അധിഷ്ഠിതമായ വാഗ്വാദമുണ്ടായാൽ വൈഷ്ണവർ മുന്നോട്ട് വന്ന് സംസാരിച്ച് മായാവാദ തത്വശാസ്ത്രത്തെ പരാജയപ്പെടുത്തുമെന്നും സ്വന്തം ഉദാഹരണത്തിലൂടെ സ്ഥിരീകരിക്കുകയായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ശങ്കര സമ്പ്രദായത്തിൽ നിന്ന് ദീക്ഷ വരിച്ച ഒരു വ്യക്തിയെ മാത്രമേ മായാവാദികൾ വേദവിധി പ്രകാരമുള്ള ഒരു സന്യാസിയായി സ്വീകരിക്കുകയുള്ളൂ. ബ്രാഹ്മണകുലജാതരല്ലാത്തതിനാൽ കൃഷ്ണാവബോധ പ്രചാരകനായ സന്യാസിമാർ യഥാർത്ഥ സന്യാസിമാരില്ലെന്ന് അവർ ചിലപ്പോൾ വെല്ലുവിളിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണകുലജാതരല്ലാത്തവർക്ക് അവർ സന്യാസം നൽകുകയില്ല. എന്നാൽ കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രന്മാരായാണ് പിറക്കുന്നത്. നിർഭാഗ്യവശാൽ അവർക്കറിയില്ല കലവ് ശൂദ്ര സംഭവ. ഈ യുഗത്തിൽ ബ്രാഹ്മണരില്ലെന്നും ജന്മാടിസ്ഥാനത്തിലുള്ള ബ്രാഹ്മണർക്ക് ബ്രാഹ്മണ ഗുണങ്ങൾ ഇല്ലെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രാഹ്മണകുലജാതനല്ലെങ്കിലും ബ്രാഹ്മണ ഗുണമുള്ള ഒരു വ്യക്തിയെ ബ്രാഹ്മണനായി സ്വീകരിക്കണമെന്ന് നാരദമുനിയും ശ്രീധരസ്വാമിയും സ്ഥിരീകരിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതത്തിലും പ്രസ്താവിക്കുന്നു. ജന്മാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും ബ്രാഹ്മണനാക്കി അംഗീകരിക്കുക ശരിയല്ലെന്നും ബ്രാഹ്മണന്റെ ഗുണങ്ങൾ ഉള്ളവനെ മാത്രമേ ബ്രാഹ്മണനായി കാണേണ്ടു എന്നുമുള്ള വസ്തുത ശ്രീല നാരദമുനിയും ശ്രീധര സ്വാമികളും പൂർണ്ണമായും അംഗീകരിക്കുന്നു. നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ നിർദ്ദിഷ്ടങ്ങളായ ബ്രാഹ്മണ തത്വങ്ങൾ പാലിക്കാത്തവർക്ക് നാം സന്യാസം നൽകാറില്ല. ഒരു അബ്രാഹ്മണന് സന്യാസിയാകുവാൻ ആവില്ലെന്ന് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ബ്രാഹ്മണകുലത്തിൽ ജനിച്ച എന്നാൽ ബ്രാഹ്മണന്റെ യോഗ്യതകൾ ഇല്ലാത്തവനെ ബ്രാഹ്മണനായും, അബ്രാഹ്മണകുലത്തിൽ ജനിച്ച എന്നാൽ ബ്രാഹ്മണന്റെ യോഗ്യതകൾ ഉള്ളവനെ അബ്രാഹ്മണനായും സ്വീകരിക്കുന്നതിൽ താത്വിക പ്രസക്തിയില്ല. വഴിതെറ്റിക്കുന്നവയും സ്വനിർമ്മിതങ്ങളുമായ വേദവിരുദ്ധ പ്രസ്താവനകളെ ഒഴിവാക്കിക്കൊണ്ട് കൃഷ്ണാവബോധ പ്രസ്ഥാനം ശ്രീമദ് ഭാഗവതാനുശാസനങ്ങളെ കർശനമായി പിന്തുടരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ.
ഈ ഒരു ശ്ലോകം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത ശ്ലോകമാണ് നമ്മൾ തുടങ്ങേണ്ടത്. 68. സന്യാസിഹ ഇയകര നർത്തന ഗായന ഭാവുക സഭ സംഗീലായകര സങ്കീർത്തന. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനോട് പ്രകാശാനന്ദ സരസ്വതി ചോദിക്കുകയാണ്, നമ്മളെല്ലാവരും ഒരേ സമ്പ്രദായത്തിലുള്ള ആളുകളാണ്, എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കുന്നു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിലെ ചോദ്യം. ഇവിടെയും പറയുന്നു, എന്താണെന്ന് നോക്കാം, വായിച്ചോളൂ. സന്യാസിഹായിയകര നർത്തന ഗായന ഭാവുക സഭ സങ്കീലനകര സങ്കീർത്തന. വിവർത്തനം ഭാവാർത്ഥം യേശു ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു സന്യാസിയായ താങ്കൾ എന്തുകൊണ്ടാണ് വികാരവിഷ്ടരായ ആളുകളോടൊന്നിച്ച് നൃത്തത്തിലും സങ്കീർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്നത്? ഭാവാർത്ഥം: ഇത് പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനോട് ഉന്നയിച്ച ഒരു വെല്ലുവിളിയാണ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ ഇപ്രകാരം എഴുതുന്നു: വേദാന്ത പഠനത്തിന് അനുയോജ്യനായ ഒരു വിദ്യാർത്ഥിയായിരുന്ന വേദാന്ത തത്വ ഗവേഷകരുടെ ആത്യന്തിക ആശ്രയവും പരമപ്രഭുവും സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയുമായ ശ്രീ ചൈതന്യ മഹാപ്രഭു ഉറപ്പിച്ചു നിരൂപിക്കുന്നു. ഇത്തരം ഒരു വിദ്യാർത്ഥിയുടെ ആദ്യ യോഗ്യത അദ്ദേഹം ശിക്ഷാഷ്ടകത്തിൽ വ്യക്തമാക്കുന്നു. തൃണാദപി സുനീജേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാ ഹരിഹി. ഗുരുശിഷ്യ പരമ്പരയിലൂടെയാകണം വേദാന്ത ശ്രവണവും പഠനവും നടത്തേണ്ടതെന്ന് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. ഒരുവൻ എളിമ നിറഞ്ഞ മാനസികാവസ്ഥയുള്ളവനായിരിക്കണം. തൃണത്തേക്കാൾ താഴ്ന്നവനാണ് താനെന്ന ഭാവവും വൃക്ഷത്തേക്കാൾ സഹിഷ്ണുതയും ഉണ്ടായിരിക്കണം. സ്വയം ആദരവ് ആഗ്രഹിക്കാതെ അന്യർക്ക് എല്ലാ ആദരവും നൽകുവാൻ സന്നദ്ധനായിരിക്കണം. വൈദിക ജ്ഞാനം മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ ഒരുവന് ഈ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, താങ്കൾ സന്യാസിയാണ്, പക്ഷെ സന്യാസിയായിട്ടും നിങ്ങൾ വേദാന്തങ്ങൾ പഠിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടാത്തത് എന്താണ്? അങ്ങ് നാമം ജപിക്കുന്നു, അല്ലെങ്കിൽ നഗരസങ്കീർത്തനം ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, ഇതെല്ലാം കുറച്ച് കൂടുതലല്ലേ? നർത്തന ഗായന ഭാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപ്രഭുവിൻ്റെ ഭാവത്തിലെ വ്യത്യാസവും അല്ലേ? സങ്കീർത്തനം ചെയ്യുമ്പോൾ ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുളുന്നു, അങ്ങനെ അഷ്ടസ്വാത്വിക വികാരങ്ങളൊക്കെ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സന്യാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് പ്രകാശാനന്ദ സരസ്വതി പറയുന്നത്. എന്തുകൊണ്ട് വേദാന്തം പഠിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ കൂടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചൈതന്യ മഹാപ്രഭു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചൈതന്യ മഹാപ്രഭുവിന് എന്താണ്, എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് അല്ലേ? പക്ഷേ അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയാണ് ഇനി മറുപടി പറയാൻ പോകുന്നത്. ഒന്ന് നോക്കാം. അതിനു മുമ്പ് പ്രഭുപാദ് ഇവിടെ ഹിന്റ് തന്നു. ഭാവാർത്ഥത്തിൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും മറ്റുള്ള ആചാര്യന്മാരെയൊക്കെ പറയുന്നുണ്ട്. അതായത് വേദാന്തങ്ങൾ പഠിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള യോഗ്യത വേണം എന്നുള്ളത്. തൃണാദ ബിഷുനി ചേന തരോറിവ സുഹിഷ്ണുനാമാനീന മാനദേന കീർത്തനീയ സദാഹരി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ വിനയത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ബഹുമാനം കൊടുക്കുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നു, ഇതെല്ലാമാണ് ഒരു വൈഷ്ണവൻ്റെ ക്വാളിറ്റീസാണ്. അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം ആവശ്യമാണ് വേദാന്തങ്ങൾ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ വേദങ്ങൾ മനസ്സിലാക്കുവാൻ എന്നുള്ളതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്. ഇനി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആർഗ്യുമെൻറ്റും ഇതാണ്. ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കാം, മുന്നോട്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വേദാന്ത പഠന ധ്യാന സന്യാസിരധർമ്മ താഹ ഛാടി കര കേന ഭാവുകേര കർമ്മ. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. വേദാന്ത പഠന ധ്യാന സന്യാസിരധർമ്മ താഹ ഛാടി കര കേനെ ഭാവുകേര കർമ്മ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ധ്യാനവും വേദാന്ത പഠനവുമാണ് സന്യാസിമാരുടെ പ്രഥമ കർത്തവ്യം. താങ്കൾ എന്തുകൊണ്ടാണ് ഇത് ഉപേക്ഷിച്ച് വികാരാവിഷ്ടന്മാരോടൊപ്പം നൃത്തം ചെയ്യുന്നത്? ഭാവാർത്ഥം: 41-ാം ശ്ലോകത്തിൽ വിവരിച്ചതുപോലെ മായാവാദി സന്യാസിമാർ നൃത്തവും കീർത്തനവും അംഗീകരിക്കുന്നില്ല. സാർവഭൗമ ഭട്ടാചാര്യരെ പോലെ പ്രകാശാനന്ദ സരസ്വതിയും മഹാപ്രഭുവിനെ വഴിപിഴച്ച ഒരു യുവ സന്യാസിയായി തെറ്റിദ്ധരിച്ചു. അതിനാൽ സന്യാസധർമ്മം അനുഷ്ഠിക്കുന്നതിനു പകരം മതഭ്രാന്തന്മാരോടൊത്ത് നൃത്തം ചെയ്യുന്നത് എന്തെന്ന് അദ്ദേഹം മഹാപ്രഭുവിനോട് ചോദിച്ചു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. പറയുന്നു വേദാന്തം പഠിക്കുക എന്നുള്ളതാണ്, അതേപോലെ തന്നെ ധ്യാനിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. വേദാന്ത പഠന ധ്യാന, ഈ രണ്ട് കാര്യം സന്യാസിമാരുടെ ധർമ്മമാണ്. നിങ്ങളും ഒരു സന്യാസിയാണ്, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? പകരം ഡാൻസ് കളിക്കുന്നു, വികാരഭരിതമായിട്ട് ഒരുപാട് മതഭ്രാന്തരെ പോലെ അങ്ങ് ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചൊല്ലിക്കൊണ്ട് ഡാൻസ് കളിക്കുന്നു. എന്താണത് എന്നാണ് ചോദിക്കുന്നത്. മായാവതി സന്യാസിമാർ, പ്രഭുപാദ്ജി ഭാവത്തിൽ പറയുന്നു, മായാവതി സന്യാസിമാർക്ക് അവർക്കിതൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവർക്ക് ജപവും അതേപോലെ തന്നെ കീർത്തനത്തിൽ ഡാൻസും ഇതൊന്നും മായാവതി സന്യാസിമാർക്ക് ഇതൊന്നും അംഗീകരിക്കുന്നില്ല. അവരെ അപ്രൂവ് ചെയ്യാത്ത കാര്യങ്ങളാണിതെല്ലാം. അവർ പറയുന്നത് മതഭ്രാന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ചെയ്യുന്നത് എന്നൊക്കെ. ഇവിടെ പറയുന്നത് ഭാവുക ആൾക്കാരാണ്, ഭാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് കാണിക്കുന്ന പോലെയാണെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയായിരിക്കരുത് സന്യാസിമാർ എന്നുള്ളതാണ് അവരുടെ വാദം. പ്രഭാവേ ദേഖിയ തോമ സാക്ഷാത് നാരായണ ഹീനാചാര കരകേന ഇതേകി കാരണ. ഹരേ കൃഷ്ണ. പ്രഭാവേ ദേഖിയേ തോമ സാക്ഷാൽ നാരായണ ഹീനാചാര കരകേനെ ഇതേകി കാരണ. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. അങ്ങയുടെ ഉജ്ജ്വലമായ തേജസ് കണ്ടാൽ അങ്ങ് സാക്ഷാൽ നാരായണന് തുല്യനായി തോന്നുന്നു. എന്നാൽ ദയവായി പറഞ്ഞു തരിക, എന്തുകൊണ്ടാണ് അങ്ങ് താഴ്ന്നതരം ആളുകളുടെ പെരുമാറ്റം സ്വീകരിച്ചിരിക്കുന്നത്? ഭാവാർത്ഥം: പരിത്യാഗം, വേദാന്ത പഠനം, ധ്യാനം, യമനിയമങ്ങളുടെ ദിനചര്യാ നിബദ്ധമായ അനുഷ്ഠാനം എന്നിവയുടെ ബലത്താൽ തീർച്ചയായും മായാവാദി സന്യാസിമാർ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള വിധാനത്തിലാണ്. മഹാപ്രഭു ഒരു സാധാരണ മനുഷ്യനല്ലെന്നും സാക്ഷാൽ നാരായണൻ തന്നെയാണെന്നും ഇത്തരം പുണ്യകർമ്മങ്ങളുടെ പ്രഭാവത്താൽ പ്രകാശാനന്ദ സരസ്വതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനാലാണ് അദ്ദേഹം മഹാപ്രഭുവിനെ സാക്ഷാൽ നാരായണ എന്ന് അഭിസംബോധന ചെയ്തത്. അടുത്ത ജന്മം തങ്ങൾ നാരായണനിൽ ലയിക്കുമെന്നോ അഥവാ നാരായണനായി മാറുമെന്നോ ചിന്തിച്ച് മായാവാദി സന്യാസിമാർ തങ്ങളെ പരസ്പരം നാരായണൻ എന്ന് അഭിസംബോധന ചെയ്യുക പതിവാണ്. മഹാപ്രഭു ആവട്ടെ ഇപ്പോഴത്തെ നാരായണനായി കാണപ്പെടുന്നതിനാൽ നാരായണൻ ആയി തീരുവാൻ അദ്ദേഹത്തിന് അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ടതില്ലെന്നത് കണ്ട് പ്രകാശാനന്ദൻ ആശ്ചര്യം പൂണ്ടു. ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ തങ്ങൾ നാരായണനിൽ ലയിച്ച് നാരായണനായി മാറുമെന്ന് മായാവാദി തത്വചിന്തകന്മാർ കരുതുന്നു. എന്നാൽ ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാൻ നാരായണനുമായി സഹവസിക്കാൻ യോഗ്യമായ ഒരു ആത്മീയ ശരീരം ലഭിക്കുന്നുവെന്ന് വൈഷ്ണവ തത്വചിന്തകന്മാർ മനസ്സിലാക്കുന്നു. മായാവാദ തത്വവും വൈഷ്ണവ തത്വവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, അങ്ങ് പ്രഭാവേ ദേഖിയ തോമ സാക്ഷാത് നാരായണ. അങ്ങയുടെ പ്രഭാവം കണ്ടു കഴിഞ്ഞാൽ സാക്ഷാത് നാരായണനാണെന്ന് തോന്നിപ്പോവും. സാക്ഷാത് നാരായണനാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സാക്ഷാത് നാരായണനെ പോലെ തന്നെയാണ് അങ്ങയുള്ളത്. അങ്ങയെ കാണുമ്പോൾ, അങ്ങയുടെ പ്രഭാവം കാണുമ്പോൾ നാരായണൻ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഹീനചീരക്കാരക്കേന ഇതി കാരണ. എന്താണ് കാരണം? ഇങ്ങനെ ഹീനമായിട്ടുള്ള, അതായത് താഴെക്കടയുള്ള ആളുകൾ ചെയ്യുന്ന പോലെ ഈ ഭാവുക പരിപാടി, ഈ മതഭ്രാന്തരെ പോലെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, അതുപോലെ കീർത്തനം ചെയ്യുന്നു, നഗരസങ്കീർത്തനം, ഇതൊക്കെ എന്താണ് സംഭവം? അങ്ങ് നാരായണനാണെന്ന് കണ്ടാൽ നാരായണനെ പോലെ ഉണ്ട്, പക്ഷെ ചെയ്യുന്നത് നാരായണൻ്റെ കാര്യമല്ല, താഴെക്കടയിലുള്ള ആളുകളെ പോലെ. ഹീന എന്ന് പറഞ്ഞാൽ ഹീനാചാര, ലോ ക്ലാസ് ആൾക്കാർ ചെയ്യുന്ന പോലെയാണെന്നാണ് പറയുന്നത്. ശില പ്രഭുപാദിയുടെ പർപ്പോട്ടിൽ ഭാവത്തിൽ പ്രഭുപാദ് പറയുന്നു, പ്രകാശാനന്ദ സരസ്വതിക്ക് അദ്ദേഹത്തിൻ്റെ പുണ്യം കാരണം, അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹം ഒരുപാട് തപസ്സുകൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം മായാവാദി സന്യാസിയുടെ ലീഡറാക്കിയാണ്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുണ്യത്തിൻ്റെ ക്രെഡിറ്റ് ഉള്ളത് കൊണ്ട് ചൈതന്യ മഹാപ്രഭു സാക്ഷാത് നാരായണനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അതാണ് പ്രഭുപാദ് പറയുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പ്രഭുജി പറയുന്നത്, മായാവതി സന്യാസിമാർ, നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, മായാവതി സന്യാസിമാരുടെ അല്ലെങ്കിൽ മായാവാദികളുടെ ഒരു പ്രസ്താവന എന്താണ്? ഞാനും നാരായണൻ, നിങ്ങളും നാരായണൻ, അയാളും നാരായണൻ, എല്ലാവരും നാരായണൻ. അതായത് മരിച്ചു കഴിഞ്ഞാൽ ശരീരം വിടുമ്പോൾ നമ്മൾ നാരായണൻ അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുന്നു. അപ്പോൾ നമ്മളും നാരായണനാകുന്നു. അപ്പോൾ നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്ന് പറഞ്ഞ രൂപമില്ല, ജ്യോതി മാത്രമാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളും നാരായണനാവുന്നു. ചുരുക്കം പറഞ്ഞാൽ ഭഗവാനിലേക്ക് ലയിക്കുന്നു, നമ്മളും നാരായണനാവുന്നു. അതുകൊണ്ട് അവർ ഈ ജന്മത്തിലെ ഇവിടെയുള്ള സമയത്തെ അവർ ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് നാരായണ എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നാരായണ.
നാമമായിട്ട് ജപിക്കുന്നതല്ല അത്. നാമമായിട്ട് ജപിക്കുന്നതല്ല, അഭിസംബോധന ചെയ്യുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മായാവാദികൾ സാധാരണ ജീവാത്മാക്കളും ഭഗവാനും ഒന്നാണെന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മായാവാദികൾ അപരാധം ചെയ്യുന്നുവെന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഫിലോസഫി കറക്റ്റല്ല. കാര്യം നമുക്ക് ഒരിക്കലും ഭഗവാനാവാൻ സാധിക്കില്ല. ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ. ഒരിക്കലും ഭഗവാന് തുല്യമല്ല. അസമ്മൂർദ്വ, ഭഗവാനെ തുല്യമോ അല്ലെങ്കിൽ ഭഗവാന് മുകളിലോ ആരുമില്ല. അപ്പോൾ നമുക്കൊരിക്കലും ഭഗവാനാവാൻ സാധിക്കില്ല. നമ്മൾ വെറും വിഭിന്ന അംശങ്ങൾ മാത്രമാണ്. സ്വാംശങ്ങൾ പോലുമല്ല, വിഭിന്ന അംശങ്ങളാണ്. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ നാരായണനായിട്ട് നമ്മളെ വിളിക്കുകയാണെങ്കിൽ അത് ശരിയല്ല. ആ ഫിലോസഫി കറക്റ്റല്ല. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വൈഷ്ണവ സന്യാസിമാരെ സംബന്ധിച്ച്, മായാവതി സന്യാസിമാരെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്യോതിയിൽ പോയി ലയിക്കുന്നു, നാരായണനാവുന്നു എന്ന് പറയുന്നു. വൈഷ്ണവ ഫിലോസഫി പ്രകാരം, വൈഷ്ണവ തത്വപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള ശരീരം കിട്ടുന്നു. അങ്ങനെ നാരായണനുമായിട്ട്, കൃഷ്ണനുമായിട്ട് നമുക്ക് സംഘം കൂടാൻ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ സാമീപ്യത്തിൽ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ ലീലകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അസോസിയേഷൻ കിട്ടുന്നു. ലയിക്കലല്ല, അവിടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ലയിക്കുന്നുമില്ല, അവിടെ പോകുന്നു, ഭഗവാന്റെ സർവീസ് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. വൈഷ്ണവ സിദ്ധാന്തവും മായാവാദി സിദ്ധാന്തവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ശ്ലോകം 71. പ്രഭു കഹേ ശൂന ശ്രീപാദ് ഇഹര കാരണ ഗുരുമോരെ മൂർഖ ദേക്കി കരില ശാസന. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 71. പ്രഭു കഹേ ശൂന ശ്രീപാദ ഇഹാര കാരണ ഗുരുമോര മൂർഖ ദേഖി കരില ശാസന. വിവർത്തനം ഭാവാർത്ഥം. മേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രകാശാനന്ദ സരസ്വതിയുടെ ചോദ്യത്തിന് മറുപടിയായി മഹാപ്രഭു പറഞ്ഞു, ശ്രീപാദ, ദയവായി ഇതിനുള്ള കാരണം ശ്രവിച്ചാലും. എന്റെ ആധ്യാത്മിക ഗുരു എന്നെ ഒരു മഹാമൂഢനായി ഗണിച്ച് ശകാരിച്ചു. ഭാവാർത്ഥം. ഭഗവാൻ ശ്രീചൈതന്യ മഹാപ്രഭു വേദാന്ത പഠനത്തിലും ധ്യാനത്തിലും ഏർപ്പെടാത്തതിന്റെ കാരണം പ്രകാശാനന്ദ സരസ്വതി അന്വേഷിച്ചപ്പോൾ ഒരു ഒന്നാന്തരം വിഡ്ഢിയായാണ് താൻ എന്ന രൂപത്തിൽ മഹാപ്രഭു തന്നെ അവതരിപ്പിച്ചു. ഇപ്പോഴുള്ള കലിയുഗം മൂഢന്മാരുടെയും അധമന്മാരുടേതുമായ ഒരു യുഗമാണെന്നും കേവലം വേദാന്ത പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും പരിപൂർണത നേടാൻ ഈ യുഗത്തിൽ സാധ്യമല്ലെന്നും സൂചിപ്പിക്കുവാനായാണ് മഹാപ്രഭു ഇപ്രകാരം പെരുമാറിയത്. ശാസ്ത്രങ്ങൾ ശക്തമായി പ്രഖ്യാപിക്കുന്നു. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലവും നാസ്തൈവ ഗതിരന്യത. കലഹവും കാപട്യവും നിറഞ്ഞ ഈ കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കുള്ള ഒരേ ഒരു മാർഗം ഹരിയുടെ തിരുനാമ ജപമാണ്. മറ്റൊരു വഴിയുമില്ല. കേവലം വേദാന്ത സൂത്രങ്ങളുടെ പഠനം വഴി ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയാത്ത വിധം പതിതന്മാരാണ് കലിയുഗത്തിലെ ജനങ്ങൾ. അതിനാൽ നിരന്തരമുള്ള ഭഗവത് തിരുനാമ ജപം ഒരുവൻ ഗൗരവപൂർവം സ്വീകരിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു പറയുന്നു, എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രഭു കഹേ പറയുകയാണ്, മഹാപ്രഭു പറയും, ശ്രീപാദ, ശ്രീപാദ. വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് മഹാപ്രഭു പ്രകാശാനന്ദ സരസ്വതിയെ അഭിസംബോധന ചെയ്യുന്നത്. ഇതാണ് ഒരു വൈഷ്ണവ ക്വാളിറ്റി. നോക്കൂ, അദ്ദേഹം മായാവാദി ഫിലോസഫിയുടെ ആളാണെന്നറിയാം. അതായത് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് നോക്കൂ. ശ്രീപാദ, വളരെ ബഹുമാനത്തോടുകൂടി. ഇതാണ് മഹാപ്രഭു. ത്രിനാദഭിശുനിചേന തരോറിവ സഹിഷ്ണു നാമാനീന മാനദേന കീർത്തനീയ സദാഹരി. മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലൂടെ, ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പല ഇൻസ്റ്റൻസും ഉണ്ട്. ത്രൂ ഔട്ട് ചൈതന്യ ലീല നോക്കിക്കഴിഞ്ഞാൽ, ചൈതന്യ ചരിതാമൃതം, ചൈതന്യ ഭാഗവതമൊക്കെ എവിടെയാണെങ്കിലും മഹാപ്രഭുവിൻ്റെ ലീലകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. ആ ത്രിനാദഭിശൂന്യചേന എന്ന് പറയുന്ന ശ്ലോകം എങ്ങനെ അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തരുന്നു. അപ്പോൾ ശ്രീപാദ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഗുരുമോര മൂർഖതേക്ക് കരില ശാസന. എന്നെ ചീത്ത പറയാറുണ്ട് ഗുരു, നീ ഒരു മൂർഖനാണ്, അതായത് നീ ഒരു വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢിയാണ്.
എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അത് പറയുന്നത്? പമ്പര വിഡ്ഢി ആയതുകൊണ്ട് നിനക്ക് വേദാന്തങ്ങളൊന്നും പഠിക്കാനോ വേദങ്ങൾ പഠിക്കാനോ ഉള്ള യോഗ്യതയില്ല. കാര്യം അതിനുള്ള ബുദ്ധിയും കാര്യങ്ങളൊന്നും നിനക്കില്ല. നീ ഒരു വിഡ്ഢിയാണ്. അതുകൊണ്ട് നീ നാമം ജപിക്കുക അല്ലെങ്കിൽ കീർത്തനം ചെയ്താൽ മതി, നിന്നെക്കൊണ്ട് എത്രേ പറ്റൂ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഇനിയും അടുത്ത ശ്ലോകത്തിലും പറയും. പ്രഭുപാദജി ഇവിടെ പറയുന്നു, ചൈതന്യ മഹാപ്രഭു എല്ലാവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു വിഡ്ഢിയായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഞാനൊരു വിഡ്ഢിയാണെന്ന് എൻ്റെ ഗുരു പറഞ്ഞു എന്നുള്ളത്, അല്ലേ? അപ്പോൾ പ്രഭുപാദജി പറയുകയാണ്, ആക്ച്വലി മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഇരിക്കുന്നത് കലിയുഗത്തിലാണ്. അപ്പോൾ കലിയുഗത്തിൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതേ അവസ്ഥയാണ്. ഏതവസ്ഥ? അതായത് ഇവിടെ ശാസ്ത്ര പഠനത്തിലൂടെയും അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെയും ശാസ്ത്ര പഠനത്തിലൂടെയും ഒന്നും നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നടക്കാൻ പോകുന്നില്ല. ആ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു സ്വയം അത് ചെയ്യുന്നത്. സ്വന്തമായിട്ട് അദ്ദേഹം പറയുന്നു, ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ വിഡ്ഢിയാണ്. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കലിയുഗത്തിലെ ആളുകളൊക്കെ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇതേപോലുള്ള ശാസ്ത്ര വേദാന്ത പഠനങ്ങളും ജ്ഞാനയോഗവും അതിൻ്റെ ധ്യാനയോഗമൊക്കെ പ്രാക്ടിക്കലല്ല ഇവിടെ. അതുകൊണ്ട് ഭക്തിയോഗം ആണ് ഫോളോ ചെയ്യേണ്ടത്. അതിൽ വെച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്നത് പോലെ ഈ കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മം എന്താണ്? ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഏവ നാമൈവ കേവലം കലൗ നാസ്തി ഏവ നാസ്തി ഏവ നാസ്തി ഏവ ഗതിരന്യത. ഈ ഒരു കലിയുഗത്തിൽ ഹരിനാമം അല്ലാതെ വേറെ വഴിയില്ല, വേറെ വഴിയില്ല, വേറെ വഴിയില്ല. ഇത് മാത്രമേ ഉള്ളൂ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. വേറെ മാർഗമില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രഭുജി പറയുന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവാന്റെ തിരുനാമം ജപിക്കാനുള്ള കാര്യമാണ്, അതാണ് ചെയ്യേണ്ടത്. അതാണ് കലിയുഗത്തിലെ ധർമ്മം, ഭഗവത് സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു. വേദപഠനങ്ങളും ധ്യാനവും ഒന്നും പോരാ. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല കലിയുഗത്തിൽ. കലിയുഗത്തിൽ റിസൾട്ട് കിട്ടുന്നത് ശ്രവണം, കീർത്തനം, വേറൊരു റിസൾട്ടും അല്ലെങ്കിൽ കിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 72. മൂർഖ തുമി തൊമാര നാഹി ക വേദാന്താധികാര കൃഷ്ണമന്ത്ര ജപ സദാ ഏ മന്ത്രസാര. ഹരേ കൃഷ്ണ പ്രഭു. മൂർഖ തുമി തൊമാര നാഹി ക വേദാന്താധികാര കൃഷ്ണ മന്ത്ര ജപ സദാ ഏ മന്ത്രസാര. വിവർത്തനത്തിന്റെ ഭാവാർത്ഥ. ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു, നീയൊരു മൂഢനാണ്, നിനക്ക് വേദാന്ത തത്വങ്ങൾ പഠിക്കുവാനുള്ള യോഗ്യതയില്ല. അതിനാൽ നീ നിരന്തരം കൃഷ്ണന്റെ ദിവ്യനാമങ്ങൾ ജപിക്കണം. ഇത് എല്ലാ വേദമന്ത്രങ്ങളുടെയും അന്തസത്തയാണ്. ഈ സന്ദർഭത്തിൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ഇപ്രകാരം ഭാഷ്യം നൽകുന്നു. തന്റെ ഗുരുമുഖത്തു നിന്നും ശ്രവിക്കുന്ന വചനങ്ങൾ അതേപടി അനുസരിച്ചാൽ ഒരുവനെ തന്റെ ജീവിത ദൗത്യത്തിൽ പരിപൂർണ വിജയം കൈവരിക്കാം. ഇപ്രകാരം ഗുരുവിന്റെ വചനങ്ങളെ സ്വീകരിക്കുന്നതിനെ ശ്രൗതവാക്യം എന്ന് വിളിക്കുന്നു. ശിഷ്യൻ ഗുരുവിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അവ നടപ്പിലാക്കണമെന്നാണ് ഇതിനർത്ഥം. ഒരു ശിഷ്യൻ തന്റെ ഗുരുവിന്റെ വചനങ്ങളെ ജീവന തുല്യമായി സ്വീകരിക്കണമെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ ഈ അവസരത്തിൽ പ്രസ്താവിക്കുന്നു. കൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുവാൻ തന്റെ ഗുരു ആജ്ഞാപിച്ചു എന്ന് പറയുന്നതിലൂടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഇവിടെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. കൃഷ്ണ മന്ത്ര ജപ സദാ ഏ മന്ത്രസാര എന്ന സ്വന്തം ഗുരുവിന്റെ ആജ്ഞ ശിരസാവഹിച്ച് മഹാപ്രഭു നിരന്തരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാറ്റിന്റെയും ഉത്ഭവസ്ഥാനം. അതിനാൽ ഒരുവൻ പൂർണ്ണമായും കൃഷ്ണാബോധവനാകുമ്പോൾ ആ വ്യക്തി കൃഷ്ണനുമായുള്ള തന്റെ ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കാം. കൃഷ്ണാബോധത്തിന്റെ അപൂർണതയിൽ ഒരുവൻ ഭാഗികമായി മാത്രം കൃഷ്ണനുമായി ബന്ധപ്പെടുന്നതാകയാൽ അത് അയാളുടെ സ്വരൂപാവസ്ഥയല്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗുരുവുമായിരുന്നിട്ടും അവിടുന്ന് ഒരു ശിഷ്യന്റെ സ്ഥാനം സ്വീകരിച്ചു. ഒരു ഭക്തൻ ഗുരുവിന്റെ ആജ്ഞ കർശനമായി സ്വീകരിച്ച് നിരന്തരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയെന്ന കർത്തവ്യം എപ്രകാരം നിറവേറ്റണമെന്ന് ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുവാനായാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. വേദാന്ത പഠനത്തിൽ അത്യന്തം ആകൃഷ്ടരായവർ മഹാപ്രഭു നൽകിയ ഈ അനുശാസനം സ്വീകരിക്കേണ്ടതാണ്. ഈ യുഗത്തിലെ ജനങ്ങൾ വേദാന്ത പഠനത്തിന് യോഗ്യരാകയാൽ എല്ലാ വൈദിക ജ്ഞാനത്തിന്റെയും അന്തസത്തയായ ഭഗവത്
തിരുനാമജപം ചെയ്യുകയാണ് ഉത്തമം. ഭഗവത്ഗീതയിൽ 15.15 കൃഷ്ണൻ സ്വയം ഇത് സ്ഥിരീകരിക്കുന്നു. വേദശ്ച സർവൈരഹം ഏവ വേദ്യോ വേദാന്തകൃദ്വേദവിധേവചാഹം. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെയാണ്. വേദാന്തം രചിച്ചതും വേദങ്ങൾ അറിയുന്നതും ഞാനാണ്. ഹരേ കൃഷ്ണ പ്രഭു. ആരായിരുന്നു വായിച്ചോട്ടെ? ഹരേ കൃഷ്ണ. മൂഢന്മാർ മാത്രമേ ഗുരുവിന്റെ സേവനം ഉപേക്ഷിച്ച് തങ്ങളെ ആധ്യാത്മിക ജ്ഞാനത്തിൽ മുന്നേറിയവരായി സ്വയം കരുതുകയുള്ളൂ. ഇപ്രകാരമുള്ള മൂഢന്മാരെ നിയന്ത്രിക്കുവാനായാണ് എപ്രകാരം ഒരു ശിഷ്യനാകാമെന്ന് സ്വന്തം ഉദാഹരണത്തിലൂടെ മഹാപ്രഭു കാഴ്ചവെച്ചത്. ഓരോ ശിഷ്യനെയും എപ്രകാരം അനുയോജ്യമായ കർത്തവ്യങ്ങളിൽ ഏർപ്പെടുത്താമെന്ന് ആത്മീയ ഗുരുവിന് നന്നായി അറിയാം. എന്നാൽ ശിഷ്യൻ ഗുരുവിനേക്കാൾ പുരോഗമിച്ചവനാണെന്ന് താനെന്ന് കരുതി അദ്ദേഹത്തിന്റെ ആജ്ഞകൾ ഉപേക്ഷിച്ച് തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചാൽ അത് അവന്റെ ആത്മീയ പുരോഗതിക്ക് തന്നെയാണ് തടസ്സമാകുക. കൃഷ്ണാവബോധത്തിൽ യോഗ്യനാകുവാനായി ഓരോ ശിഷ്യനും താൻ കൃഷ്ണശാസ്ത്രത്തിൽ അജ്ഞനെന്ന് കരുതിക്കൊണ്ട് ഗുരുവിന്റെ ആജ്ഞകൾ നടപ്പിലാക്കുവാൻ എല്ലായ്പ്പോഴും സന്നദ്ധനായിരിക്കണം. ആധ്യാത്മിക ഗുരുവിന് മുന്നിൽ ശിഷ്യൻ തന്നെ ഒരു വിഡ്ഢിയായി കാഴ്ചവെക്കേണ്ടതാണ്. അതിനാൽ ചിലപ്പോൾ കപടഭക്തന്മാർ ഒരു ശിഷ്യനാകാൻ പോലും യോഗ്യതയില്ലാത്തവനെ ഗുരുവായി സ്വീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്തരം ശിഷ്യന്മാർ ആ ഗുരുവിനെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം കാട്ടായങ്ങൾ ആത്മസാക്ഷാത്കാരത്തിന് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. കൃഷ്ണാവബോധത്തിൽ അല്പമാത്രം ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് വേദാന്ത തത്വങ്ങൾ മനസ്സിലാക്കുവാനാകില്ല. കൃഷ്ണാവബോധമില്ലാതെ കേവലം പ്രദർശനത്തിനായുള്ള വേദാന്ത പഠനം ബാഹ്യശക്തിയായ മായയുടെ ലക്ഷ്യമാണ്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ശക്തിയാൽ ആകർഷണമാകുന്നിടത്തോളം ഒരുവൻ ഭഗവത് ഭക്തിയിൽ നിന്നും വ്യതിചലിക്കുന്നു. ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത പ്രപഞ്ചങ്ങളുടെയും പരിപാലകനുമായ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു ഭക്തനാണ് യഥാർത്ഥത്തിൽ വേദാന്ത തത്വങ്ങളുടെ അനുയായി. പരിമിതമായ പ്രവർത്തന മേഖലയോടുള്ള സേവനങ്ങളെ അതിക്രമിക്കാത്ത പക്ഷം ഒരുവന് അപരിചിതമായ രീതിയിൽ അപരിമിതമായതിൽ പ്രവേശിക്കാനാകില്ല. അപരിമിതമായതിനെ കുറിച്ചുള്ള അറിവാണ് ബ്രഹ്മജ്ഞാനം അഥവാ പരമതത്വജ്ഞാനം. ഫലോദ്ദിഷ്ട കർമ്മങ്ങളിലും അനുമാനജന്യമായ ജ്ഞാനത്തിലും ആസക്തരായവർക്ക് പരിശുദ്ധവും സച്ചിദാനന്ദപൂർണമായ കൃഷ്ണനാമത്തിന്റെ മൂല്യം മനസ്സിലാക്കുവാനാകില്ല. എന്ന് മാത്രമല്ല, ഭഗവാനിൽ നിന്നും അഭിന്നമായ അവിടുത്തെ തിരുനാമത്തിൽ അഭയം പ്രാപിച്ച ഒരുവന് വേദാന്ത പഠനത്തിന്റെ ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ നേരത്തെ തന്നെ ഇത്തരം പഠനങ്ങൾ പൂർത്തിയാക്കിയവനാണ്. തിരുനാമജപത്തിന് അയോഗ്യനായ ഒരു വ്യക്തി കൃഷ്ണനും അവിടുത്തെ നാമവും തമ്മിൽ ഭേദം കൽപ്പിക്കുന്നു. കൃഷ്ണനെ മനസ്സിലാക്കുവാനായി വേദാന്ത പഠനത്തിൽ ഏർപ്പെടുന്ന ഇത്തരക്കാരെ ഒന്നാന്തരം വിഡ്ഢികളായി കരുതണം. ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്തുത ലീല ഇക്കാര്യത്തെ സ്പഷ്ടമാക്കുന്നുണ്ട്. വേദാന്ത തത്വങ്ങളെ വിദ്യാഭ്യാസപരമായി ഒരു തൊഴിലാക്കി മാറ്റുന്ന താത്വിക ഊഹാപോഹക്കാർക്കും ഭൗതികതയുടെ ശക്തിയുടെ പിടിയിലാണ്. പക്ഷെ നിരന്തരം ഭഗവത് തിരുനാമം ഉരുവിടുന്ന ഒരു വ്യക്തിയെ അവിദ്യാസാഗരം കടന്നവനായി കരുതണം. തിരുനാമജപത്തിൽ വ്യാപൃതനായ നീചകുലജാതനായ ഒരു വ്യക്തിയെപ്പോലും വേദാന്ത പഠനങ്ങൾക്കെല്ലാം ഉപരിയായി കരുതേണ്ടതാണ്. ശ്രീമദ് ഭാഗവതം 3:33-7 ഇപ്രകാരം പ്രസ്താവിക്കുന്നു. അഹോബദ ശപചോദോ ഗിരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേ പുംസ്തപസ്തേ ജുഹുവു സസ്നുരാര്യ ബ്രഹ്മാനുജൂർ നാമ ഗൃണന്തി യേ. ചണ്ടാളകുലത്തിൽ പിറന്നവനായാൽ പോലും കൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിയെ മുജ്ജന്മത്തിൽ എല്ലാവിധ തപസ്യകളും വൈദികയജ്ഞങ്ങളും നിർവഹിച്ചനായി മനസ്സിലാക്കണം. മറ്റൊരു ഉദ്ധരണി ഇപ്രകാരം പ്രസ്താവിക്കുന്നു. ഹരേ കൃഷ്ണ. വായിക്കണ്ടോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഋഗ്വേദോധ യജുർവേദ സാമവേദോപി അഥർവണഃ അധീതസ്തേന യേനോക്തം ഹരിർ ഇതി അക്ഷരദ്വയം. ഹരി എന്നീ രണ്ടക്ഷരങ്ങൾ ജപിക്കുന്ന ഒരുവൻ മുമ്പേ തന്നെ ഋജു സാമ അഥർവ എന്നീ 4 വേദങ്ങളും പഠിച്ചവനാണ്. മറുപക്ഷത്തെ എല്ലാത്തിനെയും നിസ്സാരമായി കരുതുന്ന ചില സഹജീയർ ഇത്തരം ശ്ലോകങ്ങളുടെ ആനുകൂല്യത്താൽ തങ്ങളെ ഉന്നത വൈഷ്ണവരായി കരുതി വേദാന്ത സൂത്രത്തെ സ്പർശിക്കുന്നതിൽ പോലും ശ്രദ്ധ ചെലുത്തുന്നില്ല. എന്നാൽ ഒരു യഥാർത്ഥ വൈഷ്ണവൻ വേദാന്ത തത്വവും പഠിക്കേണ്ടതാണ്. എന്നാൽ വേദാന്തം പഠിച്ചതിനു ശേഷം ഭഗവാന്റെ തിരുനാമജപം സ്വീകരിക്കാതിരുന്നാൽ അവൻ മായാവാദിയിൽ നിന്നും ഒട്ടും തന്നെ ഉയർന്നവനല്ല. ഒരുവൻ മായാവാദിയാകുവാൻ പാടില്ല, എന്നാൽ വേദാന്ത തത്വങ്ങളിൽ അജ്ഞനാകുവാനും പാടില്ല. പ്രകാശാനന്ദ സരസ്വതിയുമായുള്ള തുടർന്നുള്ള ചർച്ചകളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ വേദാന്ത ജ്ഞാനം പ്രദർശിപ്പിച്ചു. ഒരു വൈഷ്ണവൻ വേദാന്ത തത്വങ്ങളിൽ പ്രവീണനായിരിക്കണമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ വേദാന്ത പഠനമാണ് എല്ലാം എന്ന് കരുതി അവൻ തിരുനാമജപത്തിൽ ഉപേക്ഷ കാട്ടുകയും അരുത്. വേദാന്ത പഠനവും തിരുനാമജപവും ഒരുപോലെ അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഒരു ഭക്തൻ മനസ്സിലാക്കേണ്ടതാണ്. വേദാന്ത പഠനം വഴി ഒരുവൻ നിരാകാരവാദിയായി തീർന്നാൽ അവന് വേദാന്തം മനസ്സിലായിട്ടില്ലെന്ന് അർത്ഥം. ഇത് ഭഗവത്ഗീത 15:15 സ്ഥിരീകരിക്കുന്നു. വേദാന്തം എന്നാൽ അറിവിന്റെ അതിർവരമ്പ് എന്നർത്ഥം.
തന്റെ നാമത്തിൽ നിന്നും അഭിന്നനായ കൃഷ്ണനെക്കുറിച്ചുള്ള അറിവാണ് ആത്യന്തികമായ ജ്ഞാനം. ഭക്തിയെ വിലകുറിച്ചു കാണുന്ന താഴേക്കിടയിലുള്ള വൈഷ്ണവർ, അതായത് സഹജീയർ, വേദാന്ത തത്വങ്ങളെ 4 ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളതനുസരിച്ച് പഠിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വേദാന്ത സൂത്രത്തിന് ഗോവിന്ദ ഭാഷ്യം എന്ന വ്യാഖ്യാനമുണ്ട്. എന്നാൽ സഹജീയർ ഈ ഭാഷ്യങ്ങളെ അസ്പർശ്യമായ സാത്വിക ഊഹാപോഹമായും ആചാര്യന്മാരെ മിശ്രഭക്തന്മാരായും കരുതുന്നു. ഇപ്രകാരം അവർ നരകത്തിലേക്കുള്ള തങ്ങളുടെ പാത തെളിയിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൂർഖ തുമി തൊമാര നാഹിക വേദാന്താധികാര. വേദാന്തങ്ങൾ പഠിക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കില്ല. മൂർഖ തുമി, നീ മൂർഖനാണ്, വിഡ്ഢിയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? കൃഷ്ണ മന്ത്ര ജപസത ഈ മന്ത്രസാര. കൃഷ്ണമന്ത്രം ജപിച്ചോളൂ, കൃഷ്ണനാമം ചൊല്ലിക്കോളൂ. ഈ മന്ത്രത്തിൽ എല്ലാം ഉണ്ട്. ഈ മന്ത്രസാര, അതായത് എല്ലാ വേദങ്ങളുടെയും സാരമാണ് മന്ത്രം. അപ്പോൾ അത് ചൊല്ലിയാൽ മതി, വേദങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട എന്നുള്ളത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ കുറേ നമ്മളതൊന്ന് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ് അതിൽ തരുന്നുണ്ട്. ഒന്ന്, ഈ കലിയുഗത്തിലെ ധർമ്മം ഹരിനാമമാണെന്ന് തെളിയിക്കുന്നു. 2, ഈ പഠനവും വലിയ സ്കോളറായി വേദങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഒരുപാട് ശ്ലോകങ്ങൾ പഠിച്ചു, വലിയ സ്കോളറായിട്ട് നമ്മൾ കാണിച്ചിട്ടൊരു കാര്യമില്ല. അതിൻ്റെയൊക്കെ സാരം എന്താണ്? ഹരേകൃഷ്ണ മഹാമന്ത്രമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ്ലി പറയുകയാണ്, വേദങ്ങളൊന്നും പഠിക്കണ്ട, അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കില്ല. അതുകൊണ്ട് എല്ലാ വേദങ്ങളുടെയും സാരമായിട്ടുള്ള മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി, നിനക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളൂ, വേദങ്ങൾ പഠിക്കാനില്ല. ആക്ച്വലി അപ്പോൾ കൊടുക്കുന്നത് എസെൻസ് ആണ് കൊടുക്കുന്നത്. വേദങ്ങളുടെ എസെൻസ് ആണ് നാമം. ഇത് അണ്ടർലൈനിങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വേദങ്ങളുടെ എസെൻസ് ആണ് നാമം. കൃഷ്ണമന്ത്ര ജപ സദാ ഈ മന്ത്രസാര. നാമമാണ് എല്ലാം. ഭാഗവതം അവസാനിപ്പിക്കുന്നതും അങ്ങനെയാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. 12ാമത്തെ സ്കന്ധം കൺക്ലൂഡിങ് സ്കന്ധമാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ് ഭാഗവതം. അവിടെ ഒരുപാട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നാമമാണ് എല്ലാം എന്നുള്ളത്. കലിയർദോഷ നിതേരാജൻ അസ്തി ഏകോൻ മഹാഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ. കൃഷ്ണമന്ത്ര ജപസത ഈ മന്ത്രസാർ. കുലശേഖരാൾവാർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മുകുന്ദമാലയിൽ ഒരുപാട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, ജപ ജപ സതതം ജന്മസാഫല്യ മന്ത്രം. ഏത് മന്ത്രമാണ്? കൃഷ്ണമന്ത്രം. കൃഷ്ണമന്ത്രമാണ് എല്ലാത്തിൻ്റെയും സാരം. ഇവിടെ മഹാപ്രഭു പറയുന്നു, അതുകൊണ്ട് എനിക്ക് വേദാന്തങ്ങൾ പഠിക്കാനുള്ള യോഗ്യതയില്ല, എൻ്റെ ഗുരു എനിക്ക് തന്നിട്ടുള്ള നിർദ്ദേശമാണ്, നിനക്ക് അതിനുള്ള അധികാരമില്ല, യോഗ്യതയില്ല, അതുകൊണ്ട് നാമം ചൊല്ലിയാൽ മതി, അതിനകത്ത് എല്ലാം ഉണ്ട്. നിന്നെക്കൊണ്ടതേ പറ്റൂ, പക്ഷേ അതിലെല്ലാം ഉണ്ട്. ഇവിടെ ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആദ്യത്തെ സെക്ഷനിൽ പറയുന്നു, ഒരു ഡിസൈപ്പിളിൻ്റെ വളരെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് എന്താണോ ശ്രീ ഗുരു പറയുന്നത്, ഗുരുവിൻ്റെ വാക്കുകൾ സ്വീകരിക്കുക, അതനുസരിക്കുക എന്നുള്ളത്. ഗുരു എന്തു പറയുന്നു അതനുസരിക്കുക. ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു ഡിസൈപ്പിളിനെ സംബന്ധിച്ച്, ഒരു ശിഷ്യനെ സംബന്ധിച്ച് ജീവനേക്കാൾ വിലയാണ്. അങ്ങനെ ആയിരിക്കണം എന്ന് ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും മറ്റുള്ള ആചാര്യന്മാരും ഇവിടെ പറയുന്നു. പ്രഭുപാദ് എടുത്ത് പറയുന്നു. ശീല പ്രഭുപാദനും ഗുരു കൊടുത്തിട്ടുള്ള ആജ്ഞയാണ്, നിനക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം, അതുകൊണ്ട് പ്രചരണം ചെയ്യൂ, ഇംഗ്ലീഷിൽ പ്രചരണം ചെയ്യൂ, അല്ലെങ്കിൽ ലോകമെമ്പാടും സഞ്ചരിച്ച് ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം കൊടുക്കൂ, ഭാഗവതം കൊടുക്കൂ. ഇത് അദ്ദേഹം കൊടുത്ത നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തെ ശീല പ്രഭുപാദ് ശിരസിൽ ഏറ്റുവാങ്ങി പോകുന്നു മുന്നോട്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സക്സസ്സും. അതാണ് ഗുരു പറഞ്ഞത്, അദ്ദേഹം അതേപോലെ ചെയ്തു. അപ്പോൾ ഇവിടെ ഗുരു പറയുന്നത് കൃഷ്ണമന്ത്രത്തിൽ എല്ലാം ഉണ്ട്, അതുകൊണ്ട് കൃഷ്ണമന്ത്രം ചൊല്ലിയാൽ മതി, വേദങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് പ്രഭുപാദ് പഠിപ്പിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എന്താണോ ഗുരു പറയുന്നത് അത് ഫോളോ ചെയ്യുക.
ഇനി ഇതിൽ നിന്ന് വേറൊരു ലെസൺ നമുക്ക് ചിന്തിക്കാവുന്നത് എന്താണ്? ഗുരു നാളെ നമ്മളോട് പറയുകയാണ്, നമ്മുടെ ആഗ്രഹം വേറെ സേവ ചെയ്യാനാണ്. ഉദാഹരണത്തിന് നമ്മുടെ ആഗ്രഹം കീർത്തനം നമ്മൾ നന്നായി പാടുന്ന ഒരാളാണെങ്കിൽ, ഉദാഹരണം പറയുകയാണ്, നന്നായി പാടും, കീർത്തനമൊക്കെ നന്നായി പാടാൻ വലിയ ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഇരിക്കുന്ന നമ്മളോട് പറയുകയാണ്, നീ ഇനി മുതൽ കീർത്തനം ചൊല്ലണ്ട, അടുക്കളയിൽ പാചകം ചെയ്താൽ മതി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഗുരു തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഇഷ്ടവും കീർത്തനം ചൊല്ലുവാനാണ്. കാര്യം അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്, ഉള്ളിൽ തോന്നുന്നൊരു കാര്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. കാര്യം സംഗീതം അറിയാം. പക്ഷേ ഗുരു പറയുന്നു ഇത് ചെയ്യരുത്, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നീ കിച്ചണിൽ കുക്ക് ചെയ്തോളാൻ പറയും. കുക്കിംഗ് ആണെങ്കിൽ നമുക്കറിയില്ല. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഏതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ആ ഒരു അവസ്ഥയിൽ? ഇവിടെ പറയുന്നു പ്രഭുജി, ഗുരു എന്ത് പറയുന്നു അതാണ് സ്വീകരിക്കേണ്ടത്. ഗുരു പല രീതികളിലും നമ്മളെ ടെസ്റ്റിങ് ചെയ്യും. ആ ടെസ്റ്റിൽ നമ്മൾ ഫെയിൽ ആവരുത്. ഇതെല്ലാം ടെസ്റ്റുകൾ ആയിട്ട് ചിലപ്പോൾ മുന്നോട്ട് വരും. ഗുരു നമുക്കൊരു നിർദ്ദേശം തരുന്നുണ്ടെങ്കിൽ അത് വെറുതെ തരുന്നതല്ല. നമ്മളെ അറിയാത്ത ആളല്ല ഗുരു. ഗുരുവിനെ അറിയാത്ത ഗുരുവിന് എല്ലാ ശിഷ്യരെ അറിയാം. നമ്മുടെ കപ്പാസിറ്റി എന്താണെന്നറിയാം. നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് തോന്നും. നമ്മളെ നേരിട്ട് അദ്ദേഹത്തിന് അറിയില്ല, പേര് പോലും അറിയോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളത് ഗുരുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, 50,000 ഡിസൈപ്പിൾസുള്ള ഗുരുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖം നോക്കുമ്പോൾ പേര് ചിലപ്പോൾ പറഞ്ഞു കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. അറിയുന്നുണ്ടാവില്ല പറഞ്ഞാൽ എക്സ്റ്റേണലി നമുക്ക് തോന്നും അറിയില്ല എന്നുള്ളത്. പക്ഷേ ഇൻറ്റേർണൽ ഒരു കണക്ഷനുണ്ട് ഗുരുവായിട്ട്. ആ ഒരു കണക്ഷൻ ശാശ്വതമായിട്ടുള്ളൊരു കണക്ഷനാണ്. ഗുരു നമ്മൾ അനങ്ങുന്നതും അദ്ദേഹത്തിന് അറിയാം. പരമാത്മാവായിട്ട് ചൈത്യഗുരു ഭഗവാൻ മനസ്സിലാവുന്ന പോലെ ശ്രീ ഗുരുവായിട്ടുള്ളൊരു കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഗുരുവിൻ്റെ ആജ്ഞ സർവമാണ്, അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും ഉപരിയാണ്. ആ ഒരു സിദ്ധാന്തം ഇതിലൂടെ മഹാപ്രഭു പഠിപ്പിക്കുന്നു. ശീല പ്രഭുപാജി മനോഹരമായിട്ട് ഭാവാർത്ഥത്തിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു. വേറെ ഒരു കാര്യം, ശിലപ്രഭുപാദ് പറയുന്നു, ഇവിടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഉദാഹരണം കാണിച്ചു തരുവാണ്. എങ്ങനെയായിരിക്കണം ഒരു ശിഷ്യൻ. ശീലപ്രഭുപാദ് പറയുന്നു, ഗുരു കൊടുത്ത ആജ്ഞ അതേപോലെ പാലിക്കുന്നു. ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് മഹാപ്രഭു പറഞ്ഞിരുന്നു. ഗുരുവിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ലീലകളിൽ പല സ്ഥലങ്ങളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഡിസൈപ്പിൾ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു. എല്ലാം പറഞ്ഞു തരുന്നുണ്ട് മഹാപ്രഭു പല രീതിയിലൂടെ. അപ്പോൾ ഇവിടെ ഗുരു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സർവ്വവേദങ്ങളുടെ സാരം വേദസ്യ സർവ്വ അഹമേവ വേദ്യോ, ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഭഗവാനും നാമവും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ നാമമാണ് എല്ലാം എന്നുള്ളതാണ് ശാസ്ത്രങ്ങളിലെ ആ ഒരു എസൻസ്. പ്രഭുജി വേറൊരു കാര്യം പറയുന്നു. ചില ആളുകൾ വിചാരിക്കുന്നു, ചിലപ്പോൾ ശിഷ്യന്മാർ വിചാരിക്കുന്നു, ഓ ഗുരുവിനേക്കാൾ കേമനാണ് ഞാൻ എന്നുള്ളത്. അത് ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഗുരുവിനേക്കാൾ കൂടുതൽ ശ്ലോകങ്ങൾ അറിയാം, ഗുരുവിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും സ്കോളർഷിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഗുരുവിനേക്കാൾ കൂടുതൽ അറിയാമെന്ന് കഴിഞ്ഞു അതോടുകൂടി. അപ്പോൾ മഹാപ്രഭു അതും കൂടെ പഠിപ്പിച്ചു തരണം. എന്താണോ പറയുന്നത്, ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ അവിടെ ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു ശരിക്കും. എന്നാൽ ഗുരുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഭഗവാനാണ്, നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഗുരു പറയുന്നു നീ ഒരു വിഡ്ഢിയാണെന്ന് മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ ചൈതന്യ മഹാപ്രഭു അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. കാര്യം അദ്ദേഹം ഭഗവാനാണ്, പക്ഷേ എന്നാലും ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്നത്? ഒരു ഡിസൈപ്പിൾ, ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഗുരുവിൻ്റെ മുമ്പിൽ ഒരു വിഡ്ഢിയെ പോലെ നിൽക്കണമെന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഇങ്ങോട്ട് ഗുരു ചോദിച്ചു കഴിഞ്ഞാൽ, ഓ എനിക്കതറിയില്ല ഗുരു, അതെനിക്കറിയില്ല,
എനിക്കതിനുള്ള യോഗ്യതയില്ല, അങ്ങനെയല്ല. അറിയാമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, അതല്ല ഉദ്ദേശിക്കുന്നത്. വിനയം കാണിക്കണം എന്നുള്ളത് ഒന്നും അറിയില്ല വിഡ്ഢിയെ പോലെ ആവണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അവിടെ ഷോ ഓഫ് കാണിക്കരുത് എന്നാണ്. ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയാണ് നമ്മളോടൊരു ചോദ്യം. ഇത് ഗുരു ശിക്ഷാഗുരു ആവും, ദീക്ഷാഗുരു ആവും, ആര് വേണമെങ്കിലും ആവാം കേട്ടോ. നമ്മളോട് ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയെങ്കിൽ അത് പറയുക, വിനയത്തോടു കൂടി അത് പ്രസൻറ്റ് ചെയ്യുക. ഞാൻ അങ്ങയിൽ നിന്ന് കേട്ട കാര്യം തന്നെ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, കഴിഞ്ഞു. അവിടെ നമ്മൾ കുറച്ച് അഹങ്കാരത്തോടു കൂടി പറയുകയാണെങ്കിൽ അത് ഒരു എറ്റിക്കേറ്റ് അല്ല, അതൊരു അപരാധമായി മാറും. അപ്പം ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഇപ്പോൾ സനാതൻ ഗോസ്വാമി, രൂപ ഗോസ്വാമി മഹാപ്രഭുവിനെ ആദ്യം കാണുന്ന സമയത്ത് കെ ആമി കെ അമാർ ജാഡെ താപത്രായ്, കെ ആമി ഞാൻ ആരാണ്, കെ അമാർ ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ജാഡെ താപത്രായ് ഈ താപങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ ക്ലേശങ്ങൾ എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയില്ലേ സനാതൻ ഗോസ്വാമിക്ക്? സനാതൻ ഗോസ്വാമി എന്താ വരിഷ്ഠനായിട്ടുള്ള വൈഷ്ണവനല്ലേ? അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ അത് ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കണം, മഹാപ്രഭുവിൽ നിന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ അഭിനയിക്കുന്നതുമല്ല, അതാണ് വിനയം. അതായത് ഇതെല്ലാം അറിഞ്ഞിട്ടും എൻ്റെ അവസ്ഥ ഇതാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കണം, അതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഗുരുവിനോട് ചോദിക്കുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ. കാര്യം നമ്മൾ ഒരിക്കലും വിചാരിക്കും ഇതെനിക്ക് തിയറി എനിക്കറിയാം, ഞാൻ ശരീരമല്ല ആത്മാവാണ്. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അതെനിക്കറിയാം. ഭഗവത്ഗീതയിൽ ഞാൻ ആദ്യം പഠിച്ച കാര്യമാണ്, ശരീരമല്ല ആത്മാവാണ്. പക്ഷേ ഒരു നിമിഷമെങ്കിലും ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞ് ജീവിച്ച് കാണിക്കാൻ പറ്റുമോ? നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ അതാണ് വിജയം. പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഫെയിലിയറാണ്. അഹങ്കരിക്കുന്നതിന് ഒരു അർത്ഥമില്ല. 4 ശ്ലോകങ്ങൾ അറിയാം, ഭക്തിശാസ്ത്രി ഭക്തി വൈഭവം ചെയ്തു, ഒരു കാര്യമില്ല. അതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നത് ഇവിടെയാണ്. വൈഷ്ണവ ക്വാളിറ്റീസ് നമുക്ക് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ആർട്ടിഫിഷ്യലായിട്ട് ഉള്ളതല്ല, അത് നാച്ചുറലി വരേണ്ടതാണ്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും സാധനയും സാധുസംഗത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അതെല്ലാം. അപ്പോൾ അതെല്ലാം ശ്രീല പ്രഭുപാദവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് പ്രഭുപാദ നാമത്തിൻ്റെ മഹാത്മ്യം പറയുന്നു. ഏറ്റവും താഴ്ന്ന കുലത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അവർക്ക് പരിശുദ്ധ ഭക്തരായി മാറാൻ സാധിക്കും നാമത്തിലൂടെ. നാമം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം, നാമമാണ് എല്ലാത്തിൻ്റെയും സാരം. അതായത് ഇവിടെ പറയുന്നു, ഒരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് ഭാഗവത്തിലെ 3:33-7. അഹോ ബത്താ സ്വപച്ചോ തോ ഗരിയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമതുഭ്യം തേപുസ്തപസ്തേ ജുഹുവു സസ്നുരാര്യ ബ്രഹ്മാനുചൂർ നാമഗൃണന്തിത്തെ യത്തെ. അതായത് ഒരു ചണ്ഡാല കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാൾ നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ, ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ കൃഷ്ണനാമം ചൊല്ലുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ, അവർ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള തപസ്യകളും അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും അവർ വേദങ്ങളിൽ പറയുന്ന യജ്ഞങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നാമം ചൊല്ലാനുള്ള ഒരു അവസരം കിട്ടുന്നത് എന്നുള്ളത്. അതായത് ഹരിനാമം ചൊല്ലാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്, ഒരുപാട് അനുഗ്രഹമുള്ളവരാണ്. കാര്യം എല്ലാത്തിൻ്റെയും സാരമാണ് നാമം. അപ്പോൾ ഇനിയും നമ്മൾ ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒരുപാട് തപസ്യകളും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ചിലപ്പോൾ മഹാകൃപ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും, വൈഷ്ണവരുടെ കൃപ കൊണ്ട് മാത്രം കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഈവൻ ഭക്തിയിൽ വന്നിട്ടുള്ളതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്കറിയില്ല. പല റീസൺസ് ഉണ്ടാവും. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കിയായിരിക്കും. 2, ഇതേപോലെ എന്തെങ്കിലും സുകൃതി ആയിരിക്കും. അതേപോലെ തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും വൈഷ്ണവരുടെ മഹാകൃപ, യോഗ്യതയില്ലാത്ത സതാം കൃപ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പല റീസൺസും ഉണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ശ്ലോകം
ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 72 വരെയായി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃത की जय. जगतगुरु श्रील प्रभुपाद की जय. श्रील कृष्णदास कविराज गोस्वामी की जय. निताय गौर 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 प्रेमानंदे. हरे कृष्ण. प्रणाम. हरे कृष्णा प्रभु जी, प्रणाम. थैंक यू. हरे कृष्ण माता जी, प्रणाम. हरे कृष्ण प्रभु जी, राम प्रभु जी, हरे कृष्णा, हरि बोल. प्रणाम. हरे कृष्ण प्रभु, प्रणाम प्रभु, हरे कृष्ण. हरे कृष्ण. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ.